വാർത്താ സമ്മേളനത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡ് വിഭജനത്തിന് സർക്കാർ ഓർഡിനൻസ് പുറത്തിറക്കാൻ മന്ത്രിസഭാ തീരുമാനം. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് കൂടും. വാർഡ് വിഭജനത്തിനായി കമ്മീഷൻ രൂപീകരിക്കാനും തീരുമാനം. സംസ്ഥാനത്ത് കനത്ത മഴ. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട്. തിരുവനന്തപുരം അടക്കം 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കോഴിക്കോട് മഴയ്ക്കിടെ ഷോക്കേറ്റ് 18-കാരന് ദാരുണാന്ത്യം. രാജ്യാന്തര അവയവക്കടത്തിൽ കൂടുതൽ പേർ ഇരകളായെന്ന് സൂചന. പാലക്കാട് സ്വദേശിയുടെയും 19 ഉത്തരേന്ത്യക്കാരുടെയും വിവരമന്വേഷണ സംഘത്തിന്. പ്രതി 20-ലധികം പേരെ ഇറാനിലെത്തിച്ചു. ഇരയാക്കപ്പെടുന്നവർക്ക് നൽകിയിരുന്നത് 10 ലക്ഷം രൂപ. അന്വേഷണം കൂടുതൽ പേരിലേക്ക്. സ്വർണ്ണവില പുതിയ റെക്കോർഡിൽ. പവന് 55,000 കടന്നു. ഇന്ന് വർദ്ധിച്ചത് 400 രൂപ. 1 ഗ്രാം സ്വർണത്തിന് 6,890 രൂപ. ലോക്സഭയിലേക്കുള്ള 5ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് മന്ദഗതിയിൽ. വിധി എഴുതുന്നത് റായ്ബറേലിയും അമേഠിയും ഉൾപ്പെടെ 49 മണ്ഡലങ്ങൾ. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു. പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും മരിച്ചെന്ന് ഇറാന്റെ സ്ഥിരീകരണം. അപകടത്തിൽ ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തി. മുഹമ്മദ് മുഖ്ബർ ഇറാന്റെ താൽക്കാലിക പ്രസിഡന്റ്. വാർത്തകളിലേക്ക് വിശദമായി. തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡ് വിഭജനത്തിന് സർക്കാർ ഓർഡിനൻസ് പുറത്തിറക്കാൻ മന്ത്രിസഭാ തീരുമാനം. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് കൂടും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, കമ്മീഷനെ നിയമിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഒരു